ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. 13,108 ചതുരശ്ര കിലോമീറ്റർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ തരത്തിൽ 8,656.46% ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞതാണ്. അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ കേരളം എന്ന് പറഞ്ഞു. അതിലൊന്ന് ESA വനത്തിൽ മാത്രം നിജപ്പെടുത്തണം. തോട്, പുഴ, ചതുപ്പുകൾ, ഉൾമേടുകൾ ഇവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം. ആ തരത്തിലാണ് സംസ്ഥാനം പോകുന്നത്. മാത്രമല്ല, കൃഷിയുള്ള മേഖല, ജനവാസ മേഖല, തോട്ടം മേഖല ഇതെല്ലാം ഉൾപ്പെടെ 4,548.32 ചതുരശ്ര കിലോമീറ്റർ ESAയിൽ നിന്നും ഒഴിവാക്കിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇതെല്ലാം കാരണം നേരത്തെ 131 വില്ലേജുകളെ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കിയെങ്കിൽ LDF സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ 92 വില്ലേജുകളായി ചുരുക്കി. മാത്രമല്ല, 39 വില്ലേജുകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ ആ തരത്തിലാണ് LDF സർക്കാർ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇടുക്കി ജില്ലയിലെടുത്താൽ നേരത്തെ കരട് വിജ്ഞാപനത്തിലുണ്ടായിരുന്ന 47 വില്ലേജുകളിൽ 2,651.12 ചതുരശ്ര കിലോമീറ്റർ ഉൾപ്പെടുകയായിരുന്നു. അപ്പോൾ LDF സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ 47 വില്ലേജുകൾ എന്നത് 24 വില്ലേജുകളായി ചുരുങ്ങുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ 2,651 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ 1,939.17 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. അപ്പോൾ 711.93 ചതുരശ്ര കിലോമീറ്റർ ഇവിടെ ഇടുക്കി ജില്ലയുടെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കാനാണ് കഴിഞ്ഞത്. വനാതിർത്തി പങ്കിടാത്ത 23 വില്ലേജുകളുണ്ട്. ആ 23 വില്ലേജുകളെയും സമ്പൂർണമായി ഒഴിവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത്തരമൊരു റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് നൽകിയത്. പക്ഷേ ഉണ്ടായ പ്രശ്നം എന്താ? സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അത് പരിഗണിക്കാതെ കരട് വിജ്ഞാപനം പുറത്തിറക്കി. അതോടെ ഈ വില്ലേജുകൾ വീണ്ടും ഇതിൽ ഉൾപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 2016 മുതൽ 26 വരെയുള്ള 10 വർഷങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ദോഷവശങ്ങൾ കേരളത്തെ ബാധിക്കാതിരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് LDF സർക്കാർ നടത്തിയിരുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് വലിയ തോതിലുള്ള ഇടപെടലുമാണ് നടത്തിയത്. 2013 നവംബർ 13 വിജ്ഞാപനത്തിന്മേൽ LDF സർക്കാർ സമർപ്പിച്ച ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ തയ്യാറായില്ല. കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ ഈ സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇപ്പോൾ 2026 ജൂലൈ 27 പുതിയ വിജ്ഞാപനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കൃഷി, തോട്ടം, ജനവാസ മേഖലകൾ ഇവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കേരളം സമർപ്പിച്ച നിർദ്ദേശം അംഗീകരിപ്പിക്കുന്നതിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ വേണ്ടത്ര ശ്രമിച്ചില്ല എന്നതും ഇവിടെ നാം കാണേണ്ടതായിട്ടുണ്ട്. അതിൽ പൂർണ്ണ പരാജയമായി MP-മാരുടെ പങ്കാളിത്തം മാറി എന്നതും നാം കാണുന്നു. അവിടെയാണ് നേരത്തെ
സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച ജോയ്സ് ജോർജിന്റെ ഇടപെടലിന്റെ പ്രാധാന്യം വരുന്നു. ജോയ്സ് ജോർജ് എം പി ആയിരിക്കുന്ന ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിലെ എം പിമാരുടെ യോഗം ഒന്നിലധികം തവണ ചേർന്നു. പക്ഷേ പിന്നീട് ജോയ്സ് ജോർജ് എം പി അല്ലാതായതിനു ശേഷം ഒരു തവണ പോലും ആ തരത്തിൽ എം പിമാരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല. അത് ഈ പുതിയ വിജ്ഞാപനം വ്യക്തമാക്കുന്ന കാര്യമാണ്. 2026 ജൂലൈ 27 പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം ഇടുക്കി ജില്ലയിൽ പുതുതായി രൂപീകരിക്കപ്പെട്ടവ ഉൾപ്പെടെ 51 വില്ലേജുകളാണ് വീണ്ടും ESC ആയി ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ശക്തമായി നേരിടേണ്ട പ്രശ്നമാണ്. ഗവൺമെന്റ് നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഫലപ്രദവും ശക്തവുമായ ഇടപെടൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. UDF എംപിമാരെ അവരുടെ ആലസ്യം വെടിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും വേണം. എന്നാൽ ഒരാശങ്ക പലരുടെയും മനസ്സിലുണ്ട് കേട്ടോ. കാരണം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ ആ ഗാഡ്ഗിൽ റിപ്പോർട്ട് അതേപോലെ നടപ്പാക്കണം. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ നാടാകെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അതേപോലെ നടപ്പാക്കണം എന്നൊരു ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നത്. ആ ശബ്ദം ഇന്നത്തെ മുഖ്യമന്ത്രിയുടേതായിരുന്നു. അത് ആവർത്തിച്ചേക്കരുത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടുണ്ടല്ലോ, അതാകരുത് അദ്ദേഹത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ജനപക്ഷത്ത് നിൽക്കണം. ജനങ്ങൾക്കും കർഷകർക്കും നാടിനാകെയും ദ്രോഹം വരുത്തുന്ന ഈ കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ തയ്യാറാകണം. അത്തരത്തിലുള്ള ഇടപെടൽ ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഏറ്റവും പ്രധാനമാണ്. മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിലും ധാരാളം പേർ ഇനിയും സംസാരിക്കാനുള്ളതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ കർഷക സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.